നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അധികം ആർക്കും അറിയാത്ത ചില വഴിപാടുകളും നൈവേദ്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. ശ്രീ പത്മനാഭസ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായതും ആർക്കും അറിയാത്തതുമായ ഒരു നിവേദ്യമാണ് ഉപ്പുമാങ്ങ നിവേദ്യം. ശ്രീ പത്മനാഭന് മാത്രം അവകാശപ്പെടാവുന്ന നിവേദ്യമാണ് ഉപ്പുമാങ്ങ നിവേദ്യം. ഇന്ന് നമ്മൾ കാണുന്ന ഈ രൂപത്തിൽ ഭഗവാനെ ആദ്യം ദർശിച്ചത് വില്യമംഗലം സ്വാമിയാറായിരുന്നു. അനന്തനിൽ ചെയ്യിക്കുന്ന ഭഗവാനെ ദർശിക്കാൻ ആദ്യം ആ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ആ കാട്ടിൽ വെച്ച് മറ്റൊന്നും ഭഗവാന് നിവേദ്യമായി നൽകാൻ കിട്ടാത്തതിനാൽ ഭക്തിയോടുകൂടി അദ്ദേഹം സമീപത്ത് കിടന്ന ചിരട്ടയെടുത്ത് മാവിൽ നിന്നും ഒരു മാങ്ങ, അതായത് കണ്ണിമാങ്ങ പറിച്ച് അദ്ദേഹം ഭഗവാന് മുന്നിൽ ചിരട്ടയിൽ വെച്ച് നമസ്കരിച്ച് ഭഗവാന് നിവേദിക്കുകയാണ് ഉണ്ടായത്. ദിവസവും പത്മനാഭന് ഉപ്പുമാങ്ങയുടെ നിവേദ്യമാണ് എപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ഉപ്പുമാങ്ങ സീസൺ ആകുന്ന സമയത്ത് ഏറ്റവും നല്ല മഹത്തരമായിട്ടുള്ള മാങ്ങ വാങ്ങിച്ച് ക്ഷേത്രത്തിൽ ജീവനക്കാർ തന്നെ എത്തിക്കും. അതിനുശേഷം അവ കഴുകി വൃത്തിയാക്കി അതോടൊപ്പം തന്നെ 21 ചിന്ന ഭരണികളിലായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്തെ വടക്കേ നടയിലുള്ള കൽമുറികളിലുള്ള മാങ്ങാപ്പുരയിൽ വളരെ ശുദ്ധിയായിട്ട് തയ്യാറാക്കുന്നതിന് ക്ഷേത്രം തന്നെ നിയോഗിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണ ജീവനക്കാരനുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഭരണിയുടെ അകത്ത് നിറയ്ക്കുകയും ഒരു ലെയർ മാങ്ങ നിറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും നിറച്ച് വീണ്ടും ലെയറായിട്ട് ഭരണിയുടെ മുകൾ ഭാഗം വരെ എത്തുകയും അതിനുശേഷം ഒരു മരത്തടി അടച്ചുകൊണ്ട് ഈ ഭരണി നല്ലപോലെ വൃത്തിയായിട്ട് കെട്ടി സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. ഉഷപൂജ, പന്തിരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ എന്നീ 4 പൂജകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഉപ്പുമാങ്ങ നിവേദ്യം. ഉപ്പുമാങ്ങ നിവേദ്യം ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നുമാണ് കൊടുക്കുന്നത്. ഭക്തർക്ക് ഒരിക്കലും ഇത് വഴിപാടായിട്ട് സമർപ്പിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോഴും സ്വർണത്തിൽ മൂടിയ കല്ലുകൾ പതിച്ച ചിരട്ടയിലാണ് നിവേദ്യം തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും പത്മനാഭസ്വാമിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ് മേനിത്തുല പായസം. ഇത് പത്മനാഭന് നിവേദിക്കുന്ന നിവേദ്യമാണ്. പക്ഷെ ഭക്തർക്ക് ഇത് വഴിപാടായിട്ട് തന്നെ സമർപ്പിക്കാവുന്നതാണ്. കാണുമ്പോൾ കട്ടിപ്പായസം പോലെ തോന്നുമെങ്കിലും ഇത് തികച്ചും മറ്റ് ക്ഷേത്രങ്ങളിലെ പായസത്തിൽ നിന്ന് വ്യത്യാസമാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഒറ്റയട. ഉണ്ണിയപ്പത്തിന്റെ അതേ ചേരുവകളും അതേ കൂട്ടും ഉപയോഗിച്ച് ഉണ്ണിയപ്പത്തിന്റെ മാവിൽ നിന്നും അല്പം കൂടി കട്ടി കൂട്ടി ഒറ്റയട തട്ടെന്ന് പറയുന്നത് ഒരു തട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയുടെ അകത്ത് ആ തട്ടിൽ നറുനെയിൽ ഒഴിച്ച് ഈ കൂട്ട് തയ്യാറാക്കി അതിനെ പരത്തിയാണ് ഇത് തയ്യാറാക്കുന്നത്. അങ്ങനെ 3 നൈവേദ്യങ്ങളാണ് പത്മനാഭസ്വാമിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നത്. ഇതാർക്കും തന്നെ കേരളത്തിലുള്ള തന്നെ തിരുവനന്തപുരത്തുള്ളവർക്ക് തന്നെ അധികമായി അറിയാത്ത ഒരു നിവേദ്യമാണ് എല്ലാ ദിവസവും പത്മനാഭസ്വാമിക്ക് നൽകുന്ന ഈ വിശിഷ്ട നിവേദ്യം.